തിരുവമ്പാടിയുടെ 15 ആനകൾ അതാ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തിരുവമ്പാടിയുടെ 15 ആനകൾ നിരന്നു കഴിഞ്ഞാൽ പാറമേക്കാവിൻ്റെ 15 ആനകൾ വടക്കേപ്പുറത്ത് നിരന്നു കഴിയും. അങ്ങനെ രണ്ട് ഭാഗത്തും അഭിമുഖമായി 15 ആനകൾ നിരന്നു കഴിഞ്ഞാൽ ആ കുടമാറ്റത്തിൻ്റെ സൗന്ദര്യത്തിലേക്ക് കടക്കുകയാണ്. 15 മിനിറ്റാണോ 15 സെറ്റ് കുടകളാണോ അതോ കുടമാറ്റത്തിന്റെ പ്രൗഢി ഒട്ടും ചോരാതെ ആ സർപ്രൈസുകൾ നിറച്ച കുടമാറ്റം പൂർത്തിയാക്കുമോ എന്നുള്ളതാണ് കാത്തിരിക്കേണ്ടത്. ഏതായാലും ആൾക്കൂട്ടം അതിനുവേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. ആൾക്കൂട്ടം നിരന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ പൂരനഗരിയിൽ മുഴുവൻ ആൾക്കൂട്ടം തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഇരുവശത്തും മൂന്ന് ആനകൾ വീതം ഇപ്പോൾ പാറമേക്കാവ് ഭഗവതിയുടെ ഒപ്പമുണ്ട്. അവിടെ തമ്പുരാൻ്റെ പ്രതിമയ്ക്ക് അരികിൽ പോയി അവിടെ നിന്നും തിരിച്ചു വരികയാണ്. മറ്റുള്ള ആനകൾ ഇപ്പോൾ വടക്കേപ്പുറത്ത് നിരന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ കാഴ്ച അല്ലെങ്കിൽ ഈ ഒരു ആനകളുടെ കൂട്ടം അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അവരുമായി സംഗമിച്ചു കഴിഞ്ഞാൽ മറുവശത്ത് തിരുവമ്പാടിയും ഉണ്ടാവും. പിന്നീട് അങ്ങോട്ട് കുടമാറ്റം തന്നെയാണ്. നേരത്തെ നമ്മൾ നിശ്ചയിച്ച അല്ലെങ്കിൽ നമ്മൾ കരുതിയിരുന്ന ആ സമയത്തിൻ്റെ നിശ്ചയിച്ച സമയം പൂർണ്ണമായും തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. 15 മിനിറ്റിൽ ഒതുങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 6 മണിക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുമല്ലേ ജയ്സേട്ടാ? ഒരുപക്ഷെ 6 മണി കഴിയും. എല്ലാവരും അണിനിരന്ന് കഴിയുമ്പോൾ പിന്നെ ഔദ്യോഗികമായി കുടമാറ്റം തുടങ്ങാൻ. ഞാൻ ആലോചിച്ചത് മറ്റൊന്നാണ്. ഇപ്പോൾ അല്പം മുമ്പ് കണ്ട ഒരു ദൃശ്യമുണ്ട്, പുത്തൻപള്ളിയുടെ ദൃശ്യമാണ് കാണിച്ചത്. അതായത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ശക്തൻ തമ്പുരാനെ പോലെ ഇത്രയും വലിയ മതേതരവാദി വേറെയില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഒരു നാടിൻ്റെ വികസനം, ആ വികസനത്തിന് എന്താണ് അനിവാര്യത എന്നാണ് അദ്ദേഹം ആദ്യം മനസ്സിലാക്കുന്നത്. കച്ചവടം അനിവാര്യമാണ്. കച്ചവടത്തിനായി അന്ന് കച്ചവടം ഏറ്റവും നന്നായി ചെയ്തിരുന്ന ക്രിസ്ത്യാനികളാണ്. ആ ക്രിസ്ത്യാനികളെ തൃശ്ശൂർ ജില്ലയുടെ ഏകദേശം തീരദേശ മേഖലയൊക്കെ ഉണ്ട്, അവിടെ നിന്നൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ പാർപ്പിക്കുകയാണ്. അങ്ങനെ ഒരു നഗരത്തിൻ്റെ വികസനം, ഒരു നാടിൻ്റെ വികസനം. അതോടൊപ്പം തന്നെയാണ് ശക്തൻ തമ്പുരാൻ കണ്ടത് സാംസ്കാരികമായ പാരമ്പര്യം. അതിൻ്റെ ഈ കച്ചവടം നടത്തിയാൽ മാത്രം പോരാ, അത് ജീവിതം ആസ്വദിക്കാനുള്ളത് കൂടിയാണെന്ന ഒരു തിരിച്ചറിവ്. സ്വാഭാവികമായും ആറാട്ടുപുഴ പൂരം എന്ന് പറയുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ ദേവസംഗമം. ലോകത്ത് ഹിന്ദു വിശ്വാസപ്രകാരം എവിടെയെല്ലാം ഏതെല്ലാം ബാലിയിലാണോ ഇന്തോനേഷ്യയിലാണോ എവിടെയൊക്കെ ദേവന്മാരുണ്ടോ അവരെല്ലാവരും ആറാട്ടുപുഴ പൂര ദിവസം ഇവിടെ ആറാട്ടുപുഴയിലെത്തും. അത്ര മഹാദേവസംഗമം എന്നാണ് പറയുക, പൂരം എന്നല്ല പറയാ, അത് ദേവസംഗമാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കേണ്ടിയിരുന്ന തൃശ്ശൂർ ദേശക്കാർ വൈകിയെത്തി. അപ്പോൾ അവരെ ഒഴിവാക്കി എന്നതാണ് അന്നത്തെ ചരിത്രം. ഞാൻ പറഞ്ഞു വന്നത്, എല്ലാം പുതിയ ഒരു ഉൽപ്പന്നം ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ പുതിയൊരു അനുഭവം ഉണ്ടാകണമെങ്കിൽ, പുതിയതൊന്ന് സംഭവിക്കണമെങ്കിൽ അത്തരത്തിലുള്ള പ്രതിസന്ധികൾ വരണം. ആ പ്രതിസന്ധികളിൽ നിന്ന് ലോകത്തെ ഏറ്റവും സുന്ദരമായ കാഴ്ച സമ്മാനിക്കുകയാണ് ശക്തൻ തമ്പുരാനെ നമ്മൾ എത്ര പറഞ്ഞാലും മതിയാവാത്ത ഒരു വ്യക്തിത്വമാണ്. എന്താ പേരിലുണ്ടല്ലോ തീർച്ചയായിട്ടും. അതായത് കേരളത്തിന്റെ ഒരു സാംസ്കാരിക മുദ്രയായിക്കൊണ്ടൊരു ഒരു സാംസ്കാരിക ഉത്സവത്തെ ഉണ്ടാക്കിയെടുക്കുകയാണ്. നേരത്തെ ജെയ്സൺ സൂചിപ്പിച്ച പോലെ തന്നെ സംഘർഷത്തിൽ നിന്നാണോ സമന്വയത്തിൽ നിന്നാണോ പുതിയൊന്നുണ്ടാവുന്നുണ്ട്. അത് സംഘർഷത്തിൽ നിന്നാണെന്നും പറയാം, സമന്വയത്തിൽ നിന്നാണെന്നും പറയാം. ഏതായാലും പുതിയൊന്നിനെ ഉണ്ടാക്കിയെടുത്ത് അത് കേരളത്തിന് സമ്മാനിച്ച്, അത് ലോകത്തിന് സമ്മാനിച്ച്. ഇപ്പൊ കേരളം എന്നാൽ തൃശ്ശൂർ പൂരത്തിന്റെ ഒരു ഐക്യനാണ്. കേരളം എന്ന് കേൾക്കുമ്പോൾ ഈ ആനച്ചന്തമാണ്, കേരളം എന്ന് കേൾക്കുമ്പോൾ ഈ മേളച്ചന്തമാണ്, കേരളം എന്ന് കേൾക്കുമ്പോൾ ഈ വർണ്ണക്കുടകളാണ്. അങ്ങനെ കേരളത്തിന്റെ സാംസ്കാരിക മുഖവും മുഖമുദ്രയുമായിട്ട് മാറിയ ഒരു ഉത്സവം, അത് ശക്തൻ തമ്പുരാന്റെ മനസ്സിൽ, അദ്ദേഹത്തിന്റെ ആലോചനയിൽ, അദ്ദേഹത്തിന്റെ പദ്ധതികളിൽ ഒന്നായിരുന്നു എന്നുള്ളതാണ് ശക്തൻ തമ്പുരാന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ടുള്ളത്. കണിമംഗല ശാസ്താവ് മാത്രമല്ല രഞ്ജിത്തെ, ഈ ശക്തൻ തമ്പുരാൻ ഒരു അന്ധവിശ്വാസിയായിരുന്നില്ല എന്നതാണ്. ശക്തൻ തമ്പുരാന്റെ ഒരു രസകരമായ ഒരു കഥയുണ്ട്, ഒരു വെളിച്ചപ്പാട്ടിന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒരു ജാതകം നോക്കുന്ന ഒരു കഥയൊക്കെ. അപ്പം തന്നെ ആള് പൂശിക്കളയാണ്. അതായത് അങ്ങനെ ഒരു അന്ധവിശ്വാസിയല്ല, തികഞ്ഞ ഒരു മതേതരവാദി, അല്ലെങ്കിൽ തികഞ്ഞ ദീർഘവീക്ഷണമുള്ള വ്യക്തി. തൃശ്ശൂർ ഇതുപോലൊരു സ്വരാജ് റൗണ്ട് ഈ ലോകത്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ കഴിയും? കൃത്യമായി, അതായത് സ്വരാജ് റൗണ്ട് ഉണ്ടാക്കിയ കൃത്യമായി ട്രാഫിക് കൺട്രോൾ ഉൾപ്പെടെ, അതായത് ഈ 2026 കൃത്യമായ രീതിയിൽ ഗതാഗതം നിയന്ത്രിക്കാൻ വേണ്ടി കഴിയുന്ന രീതിയിൽ, ആളുകൾക്ക് വളരെ സുഗമമായി സഞ്ചരിക്കാൻ വേണ്ടി കഴിയുന്ന രീതിയിൽ എല്ലാ സൗകര്യങ്ങളോടുകൂടി ഇത്രയും വലിയ 10,000-കണക്കിന് ജനങ്ങൾ വന്നു ചേർന്നിട്ട് പോലും വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ പൂരം നടത്താൻ വേണ്ടി കഴിയുന്ന ആസൂത്രിത നഗരങ്ങൾ കുറവാണ് നമുക്ക്. ഇപ്പോൾ കോഴിക്കോടിനെ കുറിച്ചൊരു പരമ്പരാഗത നഗരം എന്താ പറയുക, വന്നു ചേർന്നവർ ഓരോ ഇടത്തായി ഉണ്ടാക്കിയെടുത്ത നഗരമാണ്. അതിനൊരു ആസൂത്രിതമായ സ്വഭാവമില്ല. തൃശ്ശൂർ നഗരത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ആസൂത്രിത നഗരമാണ്. അത് ആ പദ്ധതിയിലുണ്ടായതാണ്. ആ പദ്ധതി ശക്തൻ തമ്പുരാൻ്റെതാണ്. ആ പദ്ധതി ആവിഷ്കരിച്ച, അത് നടപ്പാക്കിയ ഒരു ക്യൂറേറ്റർ എന്നുള്ളതാണ് ശക്തൻ തമ്പുരാന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു പൂരദിനത്തിലും ശക്തൻ തമ്പുരാനെ ഓർക്കണം, ഈ നാടിനെ ഓർമ്മിപ്പിക്കണം, പുതിയ തലമുറയെ പഠിപ്പിക്കണം.
അദ്ദേഹം വലിയൊരു പാഠപുസ്തകമാണ് സത്യത്തിൽ. ആ ശക്തൻ നാം ഇങ്ങനെ ഇവിടെ ഇരുന്ന് പറയാനുള്ളൊരു സാഹചര്യം ഒരുക്കിയത് ശക്തൻ തമ്പുരാനാണ്. അതുകൊണ്ടാണ് ഇത്രയും അതിഗംഭീരമായ ഒരു പൂരം. ലോകത്തെ നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ തൃശ്ശൂർ എന്നടിച്ചാൽ, കേരളം എന്നടിച്ചാൽ ആദ്യം വരുന്ന ചിത്രം തിരുവമ്പാടിയുടെ കുടമാറ്റത്തിന്റെ ചിത്രവും ഈ തെക്കേ ഗോപുരയുടെ ചിത്രവുമാണ്. പിന്നെ അതുപോലെ തന്നെ ജയ്സാട്ടൻ നേരത്തെ പറഞ്ഞപ്പോൾ ഞാനൊരു സംശയം കൂടി ചോദിക്കുകയാണ്. അതായത് ഈ പൂരം ആസൂത്രണം ചെയ്യുമ്പോൾ കുടമാറ്റവും അതുപോലെ തന്നെ ഈ ഇലഞ്ഞിത്തറ മേളവും മാത്രമല്ല ശക്തൻ തമ്പുരാൻ ആസൂത്രണം ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ആ പൂര സമയത്ത് തന്നെ കരകൗശലകൾ വസ്തുക്കൾ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചന്ത കൂടി ആ സമയത്ത് ഈ പൂരത്തിൻ്റെ ഭാഗമായി ശക്തൻ തമ്പുരാൻ ആ രീതിയിൽ സജ്ജീകരിച്ചിരുന്നു എന്നുള്ള, അതാണ് ഇപ്പോഴത്തെ എക്സിബിഷനായി രൂപം മാറിയത് എന്നുള്ള ഒരു കഥ കൂടി ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, സ്വാഭാവികമായി നേരത്തെ പറഞ്ഞല്ലോ ഒരു ആഘോഷം, ഒരു വിപണി, ഒരു കച്ചവടം, അതോടുകൂടി സമൂഹത്തിന്റെ ഉയർച്ച. നാം നേരത്തെ പറയാം എന്തുകൊണ്ട് തൃശ്ശൂർ പൂരം ഇത്തവണ പൂർണ്ണമായി ഒഴിവാക്കിയില്ല? അതിനുള്ളൊരു ഉത്തരം ഇപ്പോൾ നാം ഈ തൃശ്ശൂർ പൂരത്തിന്റെ ഈ പൂരപ്പറമ്പിലൂടെ നടന്നാൽ പാവപ്പെട്ട എത്ര സ്ത്രീകളാണ് കൊച്ചു കൊച്ചു കടകളിട്ട്, ചെറിയ ചെറിയ ചായക്കടകളിട്ട് അവർക്കൊരു വരുമാനം. അതാണ് പറഞ്ഞത്. തൃശ്ശൂർ പൂരം ഒഴിവായാൽ എത്രയോ നാളുകളായി അവർ കച്ചവടത്തിന് വേണ്ടി പലിശയ്ക്ക് പൈസ എടുത്ത് അവിടെ നിന്നൊക്കെ കടം വാങ്ങി വന്ന് ഈ തൃശ്ശൂർ പൂര സമയത്ത് 10 രൂപ ഉണ്ടാക്കണം, സ്വന്തം കുടുംബത്തെ പോറ്റണം എന്ന് കരുതി വന്ന നിരവധി പേരെ നമുക്ക് ഈ ചുറ്റും നടന്നു കാണാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തൃശ്ശൂർ പൂരം പൂർണ്ണമായി ഒഴിവാക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം തൃശ്ശൂർ പൂരം പൂർണ്ണമായി ഒഴിവാക്കണം. പക്ഷെ അതേസമയം നൂറുകണക്കിന് കുടുംബങ്ങളെ പോറ്റുന്ന ഒരു വലിയ സംഭവം കൂടിയാണ് സത്യത്തിൽ തൃശ്ശൂർ. ഈ സ്വരാജ് റൗണ്ടിന് ചുറ്റും അല്ലെങ്കിൽ സ്വരാജ് റൗണ്ടിൽ മാത്രം എത്രയേറെ വ്യാപാര സ്ഥാപനങ്ങളാണുള്ളത്. ആ വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ ഈ പൂരം നടക്കുന്ന ഒരാഴ്ച കാലയളവിൽ നടക്കുന്ന കച്ചവടം, അത് ആ പറയുന്ന ആളുകളുടെയൊക്കെ ഒരു വർഷത്തേക്കുള്ള നീക്കിയിരിപ്പ് കൂടിയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് കേവലം അവിടെ ആചാരങ്ങളുടെ വിശ്വാസങ്ങളുടെ മാത്രമായിരുന്നില്ല. അവിടെ കലകളുടെ സംഗമസ്ഥാനമായിരുന്നു, കച്ചവടങ്ങളുടെ സംഗമസ്ഥാനമായിരുന്നു, സാംസ്കാരികമായിട്ടുള്ള എല്ലാറ്റിൻ്റെയും സംഗമസ്ഥാനമായിരുന്നു ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ വടക്കുനാഥൻ്റെ മുറ്റത്തൊരു പൂരം നടക്കുമ്പോൾ ആ പൂരത്തിനെത്തുന്ന ആളുകൾ എത്രത്തോളം ആളുകൾ ക്ഷേത്രത്തിനകത്ത് കയറി ആ വിശ്വാസപരമായ കാര്യങ്ങളുടെ ഭാഗമാവുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ വിശ്വാസപരമായ കാര്യങ്ങൾക്കൊപ്പം നിൽക്കുന്നവരുണ്ട്. അതല്ലാതെ തന്നെ പൂരത്തിൻ്റെ കാഴ്ച ഭംഗികളെ ആസ്വദിക്കാനെത്തുന്നവരുണ്ട്. പൂരത്തിൻ്റെ ഈ ശബ്ദ സൗകുമാര്യത്തെ, ഈ സാംസ്കാരികമായ ചരിത്രപരമായ വിശ്വാസപരമായ എല്ലാറ്റിനെയും കൂടിച്ചേർന്നുകൊണ്ട് ആസ്വദിക്കാൻ എത്തുന്നവരാണ് കൂടുതൽ. തിരുവമ്പാടിയും കുടമാറ്റത്തിന് തുടക്കമാകുന്നു. തിരുവമ്പാടിയുടെ 15 ആനകളും നിരന്നു കഴിഞ്ഞിട്ടുണ്ട്. മറുവശത്ത് പാറമേക്കാവും ഏകദേശം തമ്പുരാന്റെ ആ പ്രതിമ ബലം വെച്ച് തിരിച്ച് വടക്കേ ഭാഗത്ത് അണിനിരന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മുഖാമുഖം അണിനിരന്ന് കഴിഞ്ഞ് ഇനി കുടമാറ്റമാണ്. 5:55 ഇപ്പോൾ സമയം.